ഡയറ്റ് സ്ഥാപിതമായ വർഷം ഏതാണ്? ഡയറ്റ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1980 ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. 1986 ഡയറ്റ് സ്ഥാപിതമായത്. അപ്പൊ ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെയും അതുപോലെ തന്നെ അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് ജില്ലാ തലത്തിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഈ ഡയറ്റ് എന്ന് പറയുന്നത്. ആരുടെയൊക്കെയാണ്? പ്രൈമറി സ്കൂൾ അധ്യാപകരുടെയും അതുപോലെ ഇനോഫീഷ്യൽ അല്ലെങ്കിൽ അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും ഗുണനിലവാരമൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ജില്ലാ തലത്തിൽ ആരംഭിച്ച സ്ഥാപനമാണ് ഡയറ്റ് എന്ന് പറയുന്നത്. അത് തുടങ്ങിയത് 1986. ബുദ്ധിവികാസത്തിന്റെ സുവർണ താക്കോലാണ് ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ബുദ്ധിവികാസത്തിന്റെ സുവർണ താക്കോലാണ് ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അസുബൈൽ, സ്പിന്നർ, വൈഗോഡി, ബ്രൂണർ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കണ്ടെത്തൽ പഠനം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കണ്ടെത്തൽ പഠനം അതിന്റെ ഉപജ്ഞാതാവ് ആരുടേതാണ്? ബ്രൂണർ ആണത്. ബ്രൂണർ ബുദ്ധിവികാസത്തിന്റെ സുവർണ താക്കോലാണ് ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ബ്രൂണർ. ഇദ്ദേഹം ജനിച്ചത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പൊ ഈ ഒരു ഭാഷയെ കുറിച്ച് തന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഭാഷാ സ്വാധീനം വൈജ്ഞാനിക വികാസത്തിന് കാരണമാണ് എന്ന് ബ്രൂണർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്നൊരു ബുക്ക്. അപ്പൊ ഇദ്ദേഹത്തിനെ പറ്റി ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, ഒരു ഗ്രാഫിക് ബോധന ഉപകരണമായി പരിഗണിക്കപ്പെടാവുന്നതാണ് ഡാഷ്. ഗ്രാഫിക് ബോധന ഉപകരണം എന്ന് പറയുമ്പോൾ ഒരു പിക്ടോറിയൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു പിക്ചർ യൂസ് ചെയ്തിട്ട് എങ്ങനെ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ബോധന ഉപകരണമായി പരിഗണിക്കാവുന്ന സാധനം എന്താണെന്നാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ടെലിവിഷൻ, ഭൂപടം, മോഡൽ, ഡയോരമ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഗ്രാഫിക് എന്ന് പറയുമ്പോൾ പിക്ചർ ആ ഒരു രീതിയിൽ ഓർക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏതാണ് ഭൂപടം. ഏതാണ്? ഭൂപടമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഭൂപടം. അടുത്ത ചോദ്യം, ശ്രമപരാജയ സിദ്ധാന്തം എന്താണ്? ശ്രമപരാജയ സിദ്ധാന്തം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രമപരാജയ സിദ്ധാന്തം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണെന്നാണ്. സ്പിന്നർ, ഫാബൽ, തോണ്ടെക്, അതുപോലെ തന്നെ പിന്നെ കൊടുത്തിരിക്കുന്നത് ബ്രൂണർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ആയതാണ് കേട്ടോ. ഐ എം സോ സോറി. സ്പിന്നർ, ഫാബൽ, അതുപോലെ ഡോണ്ടെക്, ബ്രൂണർ എന്നാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എന്താന്ന് വെച്ചാല് തോണ്ടെക് ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് സ്പിന്നർ എന്നല്ല, സ്കിന്നർ, ഫാബൽ, തോണ്ടെക്, ബ്രൂണർ. ഇതിൽ തോണ്ടെക് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻസ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ആൻസർ ഇത് നോക്കുക, തോണ്ടെക് ആണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ ശ്രമപരാജയ സിദ്ധാന്തം പ്രത്യേകം ഓർത്തു വെക്കുക. ഈ ഒരു സിദ്ധാന്തത്തിന് മറ്റൊരു പേരും കൂടി ഇങ്ങനെ പറയാറുണ്ട്. എന്താണ്? സംബന്ധവാദം. സംബന്ധവാദം എന്നും ഈ ഒരു സിദ്ധാന്തത്തിന് പേര് പറയാറുണ്ട്. അപ്പോ ഇദ്ദേഹം ഈ പരീക്ഷണം നടത്തിയത് ഒരു പൂച്ചയെ ഒരു പേടകത്തിൽ അടച്ചിട്ടിട്ടാണ് ഇദ്ദേഹം ഈ പഠനം നടത്തിയത്. ശ്രമപരാജയ സിദ്ധാന്തം. എന്നിട്ട് ഈ ചോദക പ്രതികരണം, അതായത് നമ്മളൊരു ചോദകം കൊടുക്കും, എന്നിട്ട് അതിന്റെ പ്രതികരണം, അത് തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചത്. അപ്പൊ ആരാണ്? തോണ്ടെക്. അടുത്ത ചോദ്യം, ഡാനിയേൽ ഗോൾമാൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഡാനിയേൽ ഗോൾമാൻ ഇത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണ് ആൻസർ? വൈകാരിക ബുദ്ധി. എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കും വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ വൈകാരിക ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ആ ആശയത്തിന്റെ വക്താവാണ് ഡാനിയേൽ ഗോൾമാൻ എന്ന് പറയുന്നത്. ഡാനിയേൽ ഗോൾമാൻ വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന്റെ വക്താവാണ്, ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ബുക്കിന്റെ പേരും അങ്ങനെ തന്നെയാണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകത്തിലൂടെ ഗോൾമാൻ ഈ വൈകാരിക ബുദ്ധിയെ പറ്റി വളരെ വിസ്തരിച്ചു തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്.
പിന്നെ വേറെ കുറച്ച് ആളുകളുടെ കാര്യം കൂടി പറയുവാണെങ്കിൽ പീറ്റർ സലോവ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയ ആളുകളാണ്. ഒന്ന് പീറ്റർ സലോവ. അതുപോലെ മറ്റൊരാളാണ് ജോൺ മേയർ. ജോൺ മേയർ എന്ന് പറയുന്ന ആള്. അപ്പൊ ഇത് രണ്ടും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസത്തിൽ ബാങ്കിംഗ് സമ്പ്രദായം എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? വിദ്യാഭ്യാസത്തിൽ ബാങ്കിംഗ് സമ്പ്രദായം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? റൂസോ, ടാഗോർ, പൗലോ ഫ്രയർ എന്നാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേര്. പൗലോ ഫ്രയർ എന്നാണ്. ഗാന്ധിജി എന്ന് കൊടുത്തത്. പൗലോ ഫ്രയർ എന്നാണ് ആൻസർ വരുന്നത്. അപ്പോ ഈ ബാങ്കിംഗ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ബാങ്കിംഗ് സമ്പ്രദായ വിദ്യാഭ്യാസം, ബാങ്കിംഗ് വിദ്യാഭ്യാസം എന്ന് ഒറ്റയടിക്ക് പറഞ്ഞാലും മതി. എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ബാങ്കിംഗ് വിദ്യാഭ്യാസം അതായത് അധ്യാപകൻ അറിവ് തന്റെ തലയിൽ നിന്ന് കുട്ടികളുടെ തലയിലേക്ക് നിക്ഷേപിക്കുന്ന രീതി, അതാണ് ബാങ്കിംഗ് വിദ്യാഭ്യാസം. അധ്യാപകൻ അറിവ് തന്റെ തലയിൽ നിന്ന് കുട്ടികളുടെ തലയിലേക്ക് വിക്ഷേപിക്കുന്ന രീതിയാണ് എന്ത്? ബാങ്കിംഗ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകാറുള്ള മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ എന്തു ചെയ്യണം? അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പരീക്ഷ എഴുതാൻ അവസരം നൽകുക, നിരന്തര വിലയിരുത്തലിന് കൂടുതൽ വെയിറ്റേജ് നൽകുക, കൗൺസിലിംഗ് നടത്തുക, കുട്ടികൾ പരസ്പരം പരീക്ഷ നടത്തുക. അതായത് കുട്ടികൾ തമ്മിൽ പരസ്പരം പരീക്ഷ നടത്തിയാൽ മാനസിക ഇത് മാറ്റുമോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ എപ്പോഴും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട കുട്ടികൾ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത് കൗൺസിലിംഗ് നടത്തുകയാണ്. ഓക്കെ, കൗൺസിലിംഗ് നടത്തുക തന്നെയാണ് അവിടെ ആൻസർ. 3 വയസ്സുള്ള ഒരു കുട്ടിയിൽ മാനസിക സാമൂഹിക വികസനത്തിന് ഏറ്റവും ഉചിതമായ നടപടി ഏതാണ്? 3 വയസ്സുള്ള കുട്ടിയിലെ മാനസിക സാമൂഹിക വികസനത്തിന് വേണ്ടിയിട്ട് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും നല്ലത് ഏതാണ്? ഒന്ന്, കഥകൾ പറഞ്ഞും പാട്ടുപാടിയും സന്തോഷിപ്പിക്കുക. അതുപോലെ കുട്ടിയുടെ അനുകൂല പ്രതികരണങ്ങളെ ഉത്തേജിപ്പിക്കുക. വ്യത്യസ്ത തരം പാവകളും കളിക്കോപ്പുകളും ലഭ്യമാക്കുക. സ്വയം ഒരു കപ്പ് പാലെടുത്ത് കുടിക്കാൻ അനുവദിക്കുക. ഇതിലേതാണ് ഏറ്റവും ഉചിതമായത്? അത് ഓപ്ഷൻ എ തന്നെയാണ്. കഥകൾ പറഞ്ഞും പാട്ടുപാടിയും ആ കുട്ടിയെ സന്തോഷിപ്പിക്കുക എന്നതാണ് മാനസികവും സാമൂഹികവുമായ വികസനത്തിന് ഏറ്റവും ഉചിതമായത്. ക്രമാനുബന്ധ പഠനത്തിനടിസ്ഥാനം ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്റെ ആശയമാണ്? ക്രമാനുബന്ധ പഠനത്തിന് അടിസ്ഥാനം ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്റെ ആശയമാണ്? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പിന്നെയും ആ ഒരു കൊടുത്തിരിക്കുന്ന സ്കിന്നർ എന്നാണ് കേട്ടോ. സ്കിന്നർ, ബ്രൂണർ, പാവ്ലോ, കോഹ്ലർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് സ്കിന്നർ ആണ്. സ്കിന്നർ. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഈ മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുറച്ച് പ്രകടമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രകടമായ വ്യവഹാരങ്ങളാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. ക്രമാനുബന്ധ പഠനം. അപ്പൊ ക്രമം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ എന്താണ്? പ്രതികരണം, ചോദകം, പിന്നെ എന്താണ്? പ്രബലനം. പ്രതികരണം, ചോദകം, പ്രബലനം എന്ന ക്രമമാണ് പഠന പ്രക്രിയയ്ക്ക് ആധാരമായി സ്കിന്നർ ചൂണ്ടിക്കാണിച്ചത്. ഇദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത് എലികളിലും പ്രാവിലുമാണ് ഇദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്, സ്കിന്നർ. അടുത്ത ചോദ്യം, വ്യക്തിത്വ നിർണയത്തിലെ ആത്മനിഷ്ഠ രീതിക്ക് ഉദാഹരണം ഏതാണ്? വ്യക്തിത്വ നിർണയത്തില് ആത്മനിഷ്ഠ രീതി, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതാണ് വ്യക്തിത്വ നിർണയം. ആത്മനിഷ്ഠ രീതിക്ക് ഉദാഹരണം ഏതാണ്? TAT, CAT, റോസ മഷിയൊപ്പ് പരീക്ഷ, നിദാന ശോധകം. ഇതിൽ ഏതാണ് ആൻസർ? ഇതിന്റെ ആൻസർ റോസ മഷിയൊപ്പ് പരീക്ഷയാണ്. റോസ മഷിയൊപ്പ് പരീക്ഷ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് 10 മഷിയൊപ്പുകളാണ് ഉപയോഗിക്കുന്നത്. 10 മഷിയൊപ്പുകൾ ഉപയോഗിക്കും. ഇതിനകത്ത് അതിന്റെ ആവിഷ്കാരം നടത്തിയത് അല്ലെങ്കിൽ ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഒരു സ്വിറ്റ്സർലൻഡിലെ അല്ലെങ്കിൽ സ്വിസ് മനഃശാസ്ത്രജ്ഞനായ ഹെർമൻ റോഷയാണ്. ആരാണ്? ഹെർമൻ റോഷ. അതാണ് അദ്ദേഹത്തിന്റെ പേര് ചേർത്തിട്ടാണ് ഈ റോസ മഷിയൊപ്പ് പരീക്ഷ എന്ന് പറയുന്നത്. ചിലപ്പോൾ റോഷ എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്.